ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഏത്തയ്ക്കാത്തൊലി വൻപയർ തോരനാണ്. അപ്പോൾ ഈ ഏത്തയ്ക്കാത്തൊലി വൻപയർ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വൻപയർ ഒരു ബൗളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1/2 കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 2 കൈപ്പിടിയാണ് 1/2 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 3 ഏത്തക്കായുടെ തൊലിയാണ്. കായ വറുക്കുമ്പോൾ ഈ കായയുടെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കുമല്ലോ, അപ്പോൾ ആ തൊലികളാണ് കേട്ടോ ഇത്. അപ്പോൾ കായ വറുത്തതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതാ മഞ്ഞൾ വെള്ളത്തിലിട്ട് ഇട്ട് കൊടുത്തു. നമുക്ക് കായയുടെ 2 അറ്റത്തുള്ള ആ ഒരു എൻഡ് പാർട്ട് മാത്രമാണ് വേസ്റ്റ് എന്ന് പറയാനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഈ അരിഞ്ഞെടുത്ത കായയുടെ തൊലിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഇത് ഒരു കുക്കറിലേക്ക് മാറ്റാം. അതുപോലെ നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ച വൻപയറും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഈ വൻപയറും കായയുടെ തൊലിയൊന്നും മുങ്ങി നിൽക്കരുത്. അതിനേക്കാളും കുറച്ച് കുറവായിട്ടുള്ള വെള്ളം മതി. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഈ കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അതായത് ഇപ്പം 2 വിസിൽ വന്ന് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള നാടൻ റെസിപ്പികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്ന കേട്ടോ നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചതച്ചതും 2 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇടിമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ മുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഈ തേങ്ങയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ അതായത് ഇപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ആ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ ആ വേവിച്ച് വെച്ച കായത്തൊലിയും അതുപോലെ വൻപയറും കൂടെ കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുക. അപ്പോൾ ഉപ്പും ഒക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോഴേക്കും ഈ കറിവേപ്പിലയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരുന്നതാണ്. ഇതാ കണ്ടോ, കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കഞ്ഞിയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായത്തൊലി വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഒരു നാടൻ റെസിപ്പിയാണ്, തനി നാടൻ എന്ന് തന്നെ പറയാം. ഇപ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെയൊന്നും ചെയ്യാറ് പോലും ഇല്ല എന്നുണ്ട്. കായത്തൊലിയൊക്കെ വല്ലവരും കഴിക്കുമോ എന്നൊക്കെ ചിലപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.